ലോകം ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രഭ ചൊരിയുന്ന ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം കടന്നുപോകുന്നത് എത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ്. നാട്ടിൽ ക്രിസ്മസിന്റെ അനുബന്ധ പരിപാടികൾ തടഞ്ഞും കരോൾ സംഘത്തെ ആക്രമിച്ചും സംഘർഷ അന്തരീക്ഷമുണ്ടാക്കുകയാണ് സംഘപരിവാർ. ഈ ക്രൈസ്തവ വേട്ടയ്ക്ക് കൊടിപിടിക്കുകയാണ് മോദി സർക്കാർ. പരസ്യമായ ന്യൂനപക്ഷ വേട്ടയ്ക്കു പുറമെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് തന്നെ അവരെ അകറ്റാനുള്ള ശ്രമം ഭരണഘടനാ സ്ഥാപനങ്ങളെ കൂട്ടുപിടിച്ചും ശക്തമാക്കുകയാണ്. ക്രിസ്മസിന്റെ തലേന്ന് ഛത്തീസ്ഗഡിൽ ബന്ദ് ആചരിക്കണമെന്ന ആഹ്വാനവും ഉത്തർപ്രദേശിൽ സ്കൂളുകൾക്ക് ക്രിസ്മസ് അവധി നിഷേധിച്ച് പകരം വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കാനുള്ള തീരുമാനം അടിച്ചേൽപ്പിച്ചതും മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുത്ത കാഴ്ച പരിമിതിയുള്ള യുവതിയെ BJP നേതാവ് ആക്രമിച്ചതുമൊക്കെ ഇതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. രാജസ്ഥാനിൽ കുട്ടികൾ സാന്താക്ലോസിന്റെ മുഖംമൂടി ധരിച്ചു വരുന്നത് വിലക്കിയും ഡൽഹിയിൽ കരോൾ സംഘത്തെ വിലക്കിയും BJP ഭരിക്കുന്ന പലയിടത്തും പ്രാർത്ഥനകൾ തടഞ്ഞുമൊക്കെ ഈ അതിക്രമം തുടരുന്നു. കേരളത്തിന്റെ സാഹചര്യവും മറിച്ചല്ല. പാലക്കാട്ട് കരോൾ നടത്തിയ കുട്ടികളെ സംഘപരിവാർ പ്രവർത്തകർ ആക്രമിച്ചതും BJP നേതാക്കൾ പ്രതിയെ അനുകൂലിക്കുന്നതും നാം കണ്ടു. ഒരു UP മോഡൽ സംസ്ഥാനമായി കേരളത്തെ മാറ്റാമെന്ന മിഥ്യാധാരണയിൽ ഇവിടെയും ഈ സംഘിക്കൂട്ടങ്ങൾ പലതും ചെയ്യാൻ വിറളിക്കൊള്ളുകയാണ്. അതിന്റെ ആരംഭമെന്നോണം ലോക് ഭവൻ ക്രിസ്മസ് അവധി റദ്ദാക്കിയിരിക്കുന്നു. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക് ഭവനിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ജനാധിപത്യ സംവിധാനത്തിനെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല, വാജ്പേയിയുടെ ജന്മശതാബ്ദി ചടങ്ങിൽ എല്ലാ ജീവനക്കാരും നിർബന്ധമായും ഹാജരാകണമെന്ന് കേരള ലോക് ഭവൻ കൺട്രോളർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നു. ക്രിസ്മസ് അവധി ദിനത്തിൽ ഇത്തരമൊരു സർക്കുലർ ഇറക്കിയതിൽ ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്ഥിതിഗതികളിൽ വിവിധ ക്രൈസ്തവ സംഘടനകൾ ആശങ്കയും പ്രതിഷേധവും അറിയിച്ചിട്ടും ആവശ്യമായ നടപടികളെടുക്കാൻ മടിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് സംശയാസ്പദം തന്നെയാണ്. മതനിരപേക്ഷതയുടെ തുരുത്തായ കേരളത്തിലും ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രവണതകൾ കൊണ്ടുവരാൻ ആസൂത്രിത നീക്കം നടക്കുന്നു. എന്നാൽ കേരളത്തിൽ ഏതാഘോഷവും ജനകീയമായി നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഉറപ്പാക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയില്ലാതെ കഴിയാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടെന്നും വർഗീയവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഓണവും വിഷുവും ക്രിസ്മസും ബക്രീദുമെല്ലാം മലയാളികളുടെ ഉത്സവങ്ങളാണ്. അതിൽ വിഷം കലക്കി മുതലെടുപ്പ് നടത്തുന്നവരെ അകറ്റി നിർത്തിയേ മതിയാകൂ.